ഹലോ ക്രിമിറ്റ്സ്. അങ്ങനെ IPL 19 സീസണിൻ്റെ ഹാഫ് സ്റ്റേജ് ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ടീമുകളും ഏകദേശം 7 മത്സരങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. ചില ടീമുകൾ 8 മത്സരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓരോ ടീമുകൾക്കും 14 മത്സരങ്ങളാണ് ഈ IPL ഉള്ളത്. അതിൽ ഓരോ ടീമിനും ഹോം എവേ എന്നിങ്ങനെ 2 മാച്ചുകളാണ് മറ്റ് ഏത് ടീമുമായിട്ടുണ്ടാവുക. ചില ടീമുകൾ തമ്മിൽ ചിലപ്പോൾ ഒരു മത്സരം മാത്രം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് ഒരു ടീമിൻ്റെ ഹോം മാച്ച് ആയിരിക്കാം, മറ്റേ ടീമിൻ്റെ എവേ മാച്ച്. അങ്ങനെ ഒരു മത്സരം ഉദാഹരണത്തിന് പറയാന്ന് വെച്ചാൽ ചെന്നൈയും ബാംഗ്ലൂരും ഈ സീസണിൽ ആകെ ഒരു മത്സരം മാത്രം കളിച്ചിട്ടുള്ളത്. അത് ബാംഗ്ലൂർ ജയിക്കുകയും ചെയ്തു ചിന്നസ്വാമിയിൽ വെച്ച്. അപ്പോൾ നമുക്ക് ഈ 19 സീസൺ IPL ഓരോ ടീമുകളുടെയും വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പായി വീഡിയോ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യും. അപ്പോൾ നമുക്ക് പോയിന്റ് ടേബിളിൻ്റെ അവസാന സ്ഥാനക്കാരിൽ നിന്ന് തുടങ്ങാം. അവസാന സ്ഥാനത്ത് എടുക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 8 മത്സരങ്ങളിൽ നിന്ന് വെറും 2 ജയം മാത്രം ലക്നൗ സൂപ്പർ ജയൻസിന് ഈ സീസണിൽ ഇതുവരെ നേടാനേ ഉള്ളൂ. അതിലൊന്ന് ഇന്നലെ കൊൽക്കത്തയോട് തോറ്റ കൊൽക്കത്തയുടെ ആദ്യ മത്സരം, അതായത് കൊൽക്കത്തയും ലക്നൗവും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ജയം. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടായിരുന്നു ഈ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ 2 വിജയങ്ങളും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 മാച്ചും ജയിച്ചത് എവേ മാച്ചായിരുന്നു. ഈ സീസണിൽ കളിച്ച ഹോം മാച്ചെല്ലാം ലക്നൗ കിട്ടി. തുടർച്ചയായ 8 മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിൽ പൊട്ടുക എന്ന നാണം കെട്ട റെക്കോർഡ് പോലും ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസ് ആ ഒരു തോൽവിയോടുകൂടി സ്വന്തമാക്കുകയും ചെയ്തു. ലക്നൗവിനെ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഈ മാർക്കം, മിച്ചൽ മാർഷ്, അതുപോലെ ഋഷഭ് പന്ത്, നിക്കോളാസ് പൂരൻ എന്നിവരൊന്നും ഈ ഫോമിൻ്റെ 7 അയലത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ലക്നൗവിനെ സംബന്ധിച്ച്. നിക്കോളാസ് പൂരാനൊക്കെ ഒരു 30 above റൺസ് ഈ സീസണിൽ, കഴിഞ്ഞ സീസണിൽ ഏകദേശം 20 ഇന്നിങ്സിലായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 20 താഴെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ കാർഡ് കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തെ വീണ്ടും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്കോളാസ് പൂരനെ. ഇന്നലെ സൂപ്പർ ഓവർ കാണിച്ചിട്ടുണ്ടില്ലേ, ഫസ്റ്റ് ബോൾ തന്നെ നടേണ്ട ബോൾ ക്ലീൻ ബോൾഡായി പോയി. സൂപ്പർ ഓവറിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഫോമട്ടായ ബാറ്റ്സ്മാനൊക്കെ പിടിച്ച് എന്ത് സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലാവില്ല. മുഹമ്മദ് ഷമി അതുപോലെ തന്നെ മോഹ്സിൻ ഖാൻ എന്നിവരോടൊക്കെയുള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നന്നായി പന്തറിയുന്നുണ്ടെങ്കിൽ പറയാം. ബാറ്റിങ്ങിൻ്റെ ഈ പ്രശ്നങ്ങൾ മറികടന്നാൽ തന്നെയാണ് ലക്നൗവിന് ഇനി ഉള്ള മത്സരങ്ങൾ ജയിക്കാനുള്ളത്. ഇനി ലക്നൗവിന് വരുന്നത് 6 മത്സരങ്ങളാണ്. ഈ 6-ൽ തന്നെ ജയിച്ചാൽ തന്നെ ഇനി പ്ലേ ഓഫ് കിടക്കാൻ സാധിക്കുള്ളൂ. ഈ 6 മത്സരങ്ങളിൽ ഏറ്റവും ചെന്നൈയിൽ തന്നെ 2 മത്സരങ്ങളുണ്ട്. പിന്നെ വരുന്നത് രാജസ്ഥാനും പഞ്ചാബ് എന്നീ, പിന്നെ ബാംഗ്ലൂരായിട്ട് ഒരു മത്സരമുണ്ട്. അങ്ങനെ വൻപൻ ടീമുകളോടാണ് ഇനിയുള്ള മത്സരങ്ങൾ എന്നുള്ളത്. ഇനി നമുക്ക് പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത് കിടക്കുന്ന മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. 7 കളിയിൽ നിന്ന് 5 തോൽവിയുമായിട്ട് മുംബൈ ഇന്ത്യൻസ് വെറും 4 പോയിന്റ് മാത്രമേ ഇതുവരെ നേടാൻ സാധിച്ചുള്ളൂ. ആദ്യ മത്സരങ്ങൾ തോറ്റു തുടങ്ങുന്ന മുംബൈ ഇനി ഉയർത്തെഴുന്നേൽപ്പ് നടത്തുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഒരു സ്ഥിതിയിൽ പോകുന്ന വെച്ചാൽ കാര്യമായി ഒന്നും മുംബൈക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഗുജറാത്തിനെ തോൽപ്പിച്ച് കംബാക്ക് നടത്തിയ മുംബൈ CSKയോട് വമ്പൻ മാർജിനിൽ തോറ്റ് ആ ഒരു ഗോ ബാക്ക് അടിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. മുംബൈ ഈ സീസണിൽ ആകെ ജയിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനോടൊപ്പം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും സ്ഥിരതയില്ലായ്മ തന്നെയാണ് മുംബൈക്കും വിനയാവുന്നത്. ഒരു മത്സരത്തിൽ ബോളിംഗ് നന്നായി കഴിഞ്ഞാൽ ബാറ്റിംഗ് ശോകവും, ബാറ്റിംഗ് നന്നായ ബോളിംഗ് ശോകവും. ബുംറയ്ക്കൊന്നും പഴയ പോലെ ആ ഒരു പേസ് ബോളിങ്ങിൽ കരുത്ത് കാട്ടാൻ സാധിക്കാത്ത വലിയൊരു തലവേദന തന്നെയാണ് മുംബൈക്ക്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അത് വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് മുംബൈയെ. പിന്നെ രോഹിത് ശർമ്മയുടെ അഭാവം, രോഹിത് ശർമ്മ കളിക്കാത്തത് ഇഞ്ചുറി മൂലമാണ്, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്നൊന്നും അറിയില്ല. രോഹിത് ശർമ്മയുടെ അഭാവം മുംബൈയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. മുംബൈക്ക് ഇനി 6 മത്സരങ്ങൾ, 7 മത്സരങ്ങൾ ഇതുവരെ കളിച്ചിട്ടുള്ള. അതിൽ ഇനി 7 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിൽ 6 ജയിച്ചാൽ മാത്രമേ മുംബൈക്കും പ്ലേ ഓഫിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ ചെന്നൈ സൂപ്പർ കിങ്സായിട്ട് വീണ്ടും ഒരു മാച്ച് വരുന്നുണ്ട് May 2-ന്. കഴിഞ്ഞ മാച്ച് CSK 100 റൺസിന് തകർത്തു വിട്ട മുംബൈയാണ്. അത് തിരിച്ചടിക്ക് ഇപ്രാവശ്യം ചെപ്പോക്കിൽ വന്ന് പകരം വീട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. വെറും 8 മത്സരങ്ങളിൽ 2 ജയം മാത്രമായി 5 പോയിന്റുമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുള്ളത്. അതിലൊരു പോയിന്റ് അന്ന് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചുകൊണ്ട്. അങ്ങനെ 5 പോയിന്റ് KKRനുണ്ട്. ഈ സീസണിൽ അവസാനം 2 മത്സരം ജയിച്ചാണ് KKRൻ്റെ ഒരു കംബാക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഒരു സൂപ്പർ ഓവർ മാച്ചും കൂടി ആകുമ്പോൾ KKR ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നിന്നാണെങ്കിൽ പറയാം. എസ്പെഷ്യലി വരുൺ ചക്രവർത്തിയും റിങ്കു സിംഗും ഫോമിലേക്കായി വരുന്നുണ്ട്. ഒരു ആശ്വാസം KKRനുണ്ട്. പക്ഷേ 25 കോടി പിടിച്ചെടുത്ത ക്യാമറോൺ ഗ്രീൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴൊരു നല്ല പ്രകടനം വരുന്നില്ല. ഒരു മാച്ചിൽ അങ്ങോട്ട് 79 റൺസ് എടുത്തു എന്ന് വെച്ചാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ പരാജയമാണ് ക്യാമറോൺ ഗ്രീൻ. പിന്നെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാന, ആംഗിൾ രഘുവൻഷി
ഇവരുടെ ബാറ്റിങ് അതുപോലെ തന്നെ ടിം സിഫർട്ട് ഇവരൊന്നും ബാറ്റിംഗ് ഫോമിൻ്റെ എഴുത്ത് പോലും ബൗളിംഗ് ഒരാഴ്ച വരുൺ ചക്രവർത്തി അതുപോലെ സുനിൽ നരയൻ എന്നീ സ്പിന്നർമാർ അത്യാവശ്യം നന്നായി പന്തെറിയുന്നുണ്ട്. ബൗളിങ്ങിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ പേസ് ബൗളിങ്ങിൽ വെച്ചാൽ വൈഭവോടെ എപ്പോഴും ഇന്നലത്തെ മാച്ച് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ കാർത്തിക് ത്യാഗി വളരെ എക്സ്പെൻസീവ് പേസ് ബോളേഴ്സാണ് KKR-നുള്ളത്. ഇപ്പോൾ KKR-ന് ഇനി 6 മത്സരങ്ങൾ മാത്രമാണ് ഉള്ളത്. 6-ൽ ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിൽ എത്താനുള്ളൊരു സാധ്യതയും കാണുന്നുള്ളൂ. അടുത്തതായി നമ്മൾ പറയുന്നത് 7ാം സ്ഥാനത്ത് നടക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ്. ഡൽഹി ക്യാപിറ്റൽസ് 7 മത്സരങ്ങളിൽ നിന്ന് 3 ജയമായിട്ട് 6 പോയിൻ്റാണ് ഇതുവരെ നേടാൻ സാധിച്ചത്. അതിൽ ആദ്യ 2 മാച്ച് ലക്നൌവിനെയും മുംബൈനെയും തകർത്താണ് അവർ വന്നെങ്കിൽ പിന്നത്തെ 2 മാച്ച് ഗുജറാത്തിനോടും ചെന്നൈയോടും തോൽക്കുകയായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ അവരുടെ തട്ടകത്തിൽ വിജയം കരസ്ഥമാക്കിയെങ്കിലും സൺറൈസേഴ്സിനോടും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനോടും തോറ്റ്. പിന്നീട് കഴിഞ്ഞ മത്സരം പഞ്ചാബിനോട് 265 എടുത്തിട്ടും ജയിക്കാൻ സാധിക്കാത്തത് വളരെ ഒരു പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ച് 265 എന്ന സ്കോർ പഞ്ചാബ് വെറും 19 ഓവറിൽ മറികടക്കുകയായിരുന്നു. ഡൽഹി ബോളേഴ്സായ മുകേഷ് കുമാർ അതുപോലെ തന്നെ ആക്ടിൻ നബി, ടി നടരാജൻ എന്നിവരൊക്കെ ഒരു പിശുക്കില്ലാതെയാണ് റണ്ണ് വിട്ടുകൊടുക്കുന്നത്. അതായത് 4 ഓവറിൽ 50 മേളിലൊക്കെയാണ് ഇവരുടെ ഒരു റൺസ് വിട്ടുകൊടുക്കുന്നതെല്ലാം കാഴ്ച. പിന്നെ അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നീ സ്പിൻ ബോളേഴ്സ് നന്നായി പന്തെറിയുന്നതുകൊണ്ട് മാത്രം ബോളിങ്ങിൽ കുറച്ച് കേൾക്കാട്ടാൻ സാധിക്കുന്നുണ്ട്. ബാറ്റിങ്ങിലേക്ക് വരാൻ വെച്ചാൽ KL രാഹുൽ, നിതീഷ് റാണ, പിന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരൊക്കെ അത്യാവശ്യം നല്ല ഫോമിലാണ്. ഇനി നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ ടീമായ CSKയ്ക്ക് വരാം. 6ാം സ്ഥാനത്താണ് CSKയുടെ സ്ഥാനം. 8 മത്സരങ്ങളിൽ ഇവിടെ 3 മത്സരങ്ങൾ മാത്രം CSKയ്ക്ക് ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ 3 മത്സരം CSK തോറ്റിരുന്നു. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിനെ KKR-നെ തോൽപ്പിച്ചാണ് CSK ഒരു കംബാക്ക് നടത്തിയിരുന്നത്. സഞ്ജു എന്ന ബാറ്റ്സ്മാനെ ആശ്രയിച്ചാണ് CSK ഇപ്പോൾ മുന്നോട്ട് നിന്ന് പറയും. കാരണം സഞ്ജു കളിച്ചാൽ CSK ജയിക്കും എന്നൊരവസ്ഥയിലാണ് CSKയുടെ കാര്യങ്ങൾ. ബാറ്റിങ്ങിൽ വൻ ഷോക്കാണ്. ബാറ്റിംഗ് സഞ്ജു ഒഴികെ ആർക്കും തന്നെ ഒരു ഫോം കണ്ടാൽ സാധിക്കുക. എന്നാൽ ഇപ്പോൾ ഋതുരാജ് കഴിക്കാതെ കുറച്ചൊരു സ്ലോ ഇന്നിങ്സ് ആയിരുന്നെങ്കിലും ഒന്ന് ഫോമിലേക്ക് ആയതിൻ്റെ ഒരു സൂചന ഉണ്ടെങ്കിലും ബാക്കി ആർക്കും തന്നെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്ന് പറയും. ആയുഷ് മാത്ര എന്ന അണ്ടർ 19 വേൾഡ് കപ്പ് കളിച്ച പ്ലെയർ ഇഞ്ചുർഡായി പുറത്തായത് CSK മറ്റൊരു തിരിച്ചടിയായി. പിന്നെ ധോണി എന്ന് കളിക്കുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അടുത്ത 5ാം സ്ഥാനത്ത് കിടക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് കുറിച്ചാണ്. നമ്മുടെ പ്രിൻസ് രാജകുമാർ ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ് 8 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 4 തോൽവിയാണ് ഗുജറാത്തിൻ്റെ ഒരു ഈ സീസണിലെ പ്രകടനം. 8 പോയിൻ്റാണ് ഗുജറാത്തിന് ഇതുവരെ നേടാനായത്. ഇതിൽ ഇന്നലെ ചെന്നൈനെ 8 വിക്കറ്റിന് തകർത്ത ഒരു പ്രകടനം. ഇന്നലത്തെ ചെന്നൈക്കെതിരായ മത്സരത്തോടുകൂടി ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഗുജറാത്ത് ടൈറ്റൻസ് സാധിക്കുന്നുണ്ട്. പക്ഷേ ബട്ട്ലറെ പോലെയുള്ള പ്ലെയേഴ്സ് ഇപ്പോഴും ഒരു ടച്ച് കണ്ടെത്താൻ സമയമെടുക്കുന്നത് GTക്ക് വലിയ തലവേദനയാണ്. പക്ഷേ റബാഡ അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് എന്നിവരൊക്കെ നന്നായി ബോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ റാഷിദ് ഖാൻ പണ്ടത്തെ ഫോമിൻ്റെ 7 പോലില്ലേ. ഞാനൊക്കെ ഓർത്ത് പോയി റാഷിദ് ഖാൻ ഒരു പ്രൈം ടൈം ഉണ്ടായിരുന്നു സൺറൈസേഴ്സ് കളിക്കുമ്പോൾ. ഏതൊരു ബാറ്റർ ഇപ്പം വിരാട് കോഹ്ലി അങ്ങനെ ബാറ്റർമാർ ഒന്ന് വിറച്ചു പോകുന്ന ബാറ്റിങ്ങിന് സ്ട്രഗിൾ എടുക്കുന്ന ഒരു ബോളറായിരുന്നു റാഷിദ് ഖാൻ. സ്പിന്നെ എറിഞ്ഞ് വീഴ്ത്തുന്നത് വളരെ ടാലൻ്റ് ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല അടി കിട്ടുന്നു. ഇന്നലെ ഒരു ഓവർ മാത്രം എറിഞ്ഞപ്പോൾ അത് 20-21 റൺസാണ് റാഷിദ് ഖാൻ വിട്ടുകൊടുത്തത്. അങ്ങനെ GTക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അവർക്ക് 8 പോയിൻ്റ് ഉണ്ട്. ഇനി 6 മത്സരങ്ങളാണ്. 6 മത്സരങ്ങളാണുള്ളത്. അതിൽ ഏകദേശം ഒരു 4 ജയിച്ചാൽ പോലും ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫിൽ കിടക്കാം. അടുത്തതായി നമുക്ക് 4ാം സ്ഥാനത്ത് കിടക്കുന്ന രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് പറയാനുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 3 തോൽവിയുമായി 10 പോയിൻ്റാണ് രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിലെ പ്രകടനം. ഈ സീസണിലെ ആദ്യ 4 മത്സരങ്ങളും ജയിച്ച് ഗംഭീര തുടക്കമാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ തുടങ്ങിയത്. പക്ഷേ അവസാനത്തെ 4 മത്സരങ്ങളിൽ വെറും ഒരെണ്ണം മാത്രമേ രാജസ്ഥാൻ റോയൽസിന് ജയിക്കാൻ സാധിച്ചുള്ളൂ. അത് ലക്നൌവിൻ്റെ കൂടെ മാത്രം. ബാക്കി സൺറൈസേഴ്സിനോടും അതുപോലെ തന്നെ സൺറൈസേഴ്സിനോടൊപ്പം 2 മത്സരങ്ങളും തോറ്റു. പിന്നെ KKR-ൻ്റെ കൊടുത്തും KKR-നോട് ഒറ്റ ഒരു ടീം ലക്നൗ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥാനം 4ാം സ്ഥാനത്താണുള്ളത്. രാജസ്ഥാൻ്റെ തുറുപ്പ് ചീട്ടായ വൈഭവ് സൂര്യവംശി തന്നെയാണ് അവരുടെ കരുത്ത്. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചാണ് വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. സൺറൈസേഴ്സ് ജയിക്കുകയായിരുന്നു. പക്ഷേ നല്ല തുടക്കം സമ്മാനിക്കാൻ വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ SSG സാധിക്കുന്നുണ്ട്. പിന്നെ മിഡിൽ ഓർഡറിൽ വരെ ജഡേജ, ധനോമി ഫിറോളൊക്കെ അത്യാവശ്യം നല്ലൊരു, പിന്നെ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറലും
അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ്. ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ മാത്രം കുറച്ചൊരു മോശം ഫോം തുടരുന്നുള്ളൂ. ബോളർമാരുടെ കാര്യത്തിലേക്ക് വരാന്ന് വെച്ചാൽ ജോഫ്ര ആർച്ചറും നരേന്ദ്ര ബട്ലറും അത്യാവശ്യം നന്നായി പന്തെറിയുന്നുണ്ടെന്നുള്ളതാണ് രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇരുവരും ആദ്യ പവർ പ്ലേയിൽ തന്നെ വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് 3-ാം സ്ഥാനത്ത് നടക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വരാം. 8 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 3 തോൽവിയുമായി 10 പോയിന്റ് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ളത്. പക്ഷേ ആദ്യ 4 മത്സരങ്ങളിൽ വെറും 1 മത്സരം മാത്രം ജയിച്ച സൺറൈസേഴ്സ് പിന്നെയുള്ള 4 മത്സരങ്ങളും അടുപ്പിച്ച് ജയിച്ചാണ് സൺറൈസേഴ്സ് ഈ സീസണിൽ ഒരു കരുത്ത് കാട്ടുന്ന പറയാം. അതെ, സൺറൈസേഴ്സിന് ബാറ്റിങ്ങിലേക്ക് വരാൻ വെച്ചാൽ ട്രാവിസ് ഹെഡ് മാത്രം ഒന്ന് ഒരു ഫോം ഔട്ടിൽ കാണുന്നുള്ളൂ. ബാക്കി അഭിഷേക് ശർമ്മയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ്, നല്ലൊരു എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ആണ് നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷാൻ കിഷനും നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൻറി ക്ലാസൻ, നിതീഷ് റെഡ്ഡി എന്നിവർ മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ ബോളർമാരിലേക്ക് വരാൻ വെച്ചാൽ പാറ്റ് കമിൻസ് വീണ്ടും സൺറൈസേഴ്സ് സ്കോറിലേക്ക് തിരിച്ചെത്തിയെന്ന് അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ യങ് ബോളേഴ്സായ പ്രഫുൽ ഹിജയും സാക്കിർ ഹുസൈനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അടി കിട്ടി, എന്നാലും വിക്കറ്റുകളൊക്കെ നേടാൻ സാധിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇഷാൻ മലിംഗയുടെ കിടിലൻ ബോളിംഗ്, ഇഷാൻ മലിംഗയൊക്കെ നന്നായി ബോൾ എറിഞ്ഞ് വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ടും സൺറൈസേഴ്സിന് വളരെ പോസിറ്റീവായ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ സൺറൈസേഴ്സിനും ഇനി 6 മത്സരങ്ങളാണുള്ളത്. അവർക്ക് ഇനി വെറും 3 മത്സരം ജയിച്ചാൽ പോലും പ്ലേ ഓഫിൽ കിടക്കാം. അത് നമ്മുടെ 2-ാം സ്ഥാനത്ത് കിടക്കുന്നത് നമ്മുടെ ഡിഫെൻഡിങ് ചാമ്പ്യൻസായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 2 തോൽവിയുമായി 10 പോയിൻ്റാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുള്ളത്. ബാംഗ്ലൂർ തോറ്റത് രാജസ്ഥാൻ റോയൽസിനോടും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനോടാണ് ബാംഗ്ലൂരിൻ്റെ തോൽവി. ബാംഗ്ലൂരിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ജേക്കബ് ബദൽ, ടിം ഡേവിഡ്, അവസാനം ഫിനിഷർമാരായി വരുന്ന ടിം ഡേവിഡ്, രോമേഷ് ഷെപ്പേർഡ്, പിന്നെ എടുത്തു പറയേണ്ട ക്യാപ്റ്റൻ രജത് പട്ടിദാർ, അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരായ കൃണാൽ പാണ്ഡ്യ എന്നിവരുടെ ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത്ത് RCBക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. തുടക്കത്തിലെ കോഹ്ലിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫിൽസാട്ടിന് കഴിഞ്ഞ മത്സരം കളിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് കുറച്ച് എന്തോ പ്രശ്നം കാരണം ഫിൽസാട്ടിന് കഴിഞ്ഞ മത്സരം കളിക്കാൻ സാധിച്ചെങ്കിലും കോഹ്ലിയും അതുപോലെ തന്നെ പട്ടിദാറും ദേവദത്ത് പടിക്കൽ പറയാൻ മറന്നുപോയി, ദേവദത്ത് പടിക്കലും നൽകുന്ന ഒരു സ്ട്രെങ്ത്തും ബാറ്റിംഗ് സ്ട്രെങ്ത് തന്നെയാണ് RCBയുടെ കരുത്ത്. പിന്നെ ബോളിങ്ങിലേക്ക് വരാച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹേസൽവുഡും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ അത്യാവശ്യം നന്നായി പന്തെറിയുന്നുണ്ട്. പിന്നെ സൂരജ് ശർമ്മ, സ്പിന്നിലേക്ക് വരാച്ചാൽ സൂരജ് ശർമ്മയും അതുപോലെ കൃണാൽ പാണ്ഡ്യയും കുഴപ്പമില്ലാത്ത വലിയൊരു ഇതൊന്നുമില്ല. ചില കളികളൊക്കെ നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് ലൈനപ്പ് RCBക്ക് ഉള്ളത് തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ സീസണിലെ അതേ ഫോം തന്നെയാണ് RCB ഈ സീസണിലും പിന്തുടരുന്നത്. അടുത്തതായി 13 പോയിന്റുമായി ഈ സീസണിൽ അപരാജിത, അതായത് 1 മത്സരം പോലും തോൽക്കാതെ തങ്ങളുടെ വിജയ കുതിപ്പ് പിന്തുടരുന്ന ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് കിങ്സിനെ കുറിച്ചാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവുമായി 13 പോയിന്റാണ് പോയിന്റ് ടേബിളിൽ പഞ്ചാബ് കിങ്സിനുള്ളത്. അതിലൊരു മത്സരം മഴ മൂലം ഒഴിച്ചാൽ ബാക്കി എല്ലാ മത്സരം വിജയിച്ചാണ് പഞ്ചാബിൻ്റെ ഒരു വരവ്. അത് ഒരു മത്സരം ഉപേക്ഷിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടുകൂടിയാണ്. അത് 1 പോയിന്റ് നഷ്ടമായി പഞ്ചാബിന് വേണമെങ്കിൽ പറയാം. കാരണം ഈസിയായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാര്യ, അതുപോലെ ശ്രേയസ് അയ്യർ എന്നീ വൻ ബാറ്റർമാരുടെ വെടിക്കെട്ട് ഫോം തന്നെയാണ് പഞ്ചാബ് കിങ്സിനെ ഏതൊരു സ്കോറും ചേസ് ചെയ്ത് ജയിക്കുക എന്നൊരു ആത്മവിശ്വാസം നൽകുന്നത്. ബോളിംഗ് വരാച്ചാൽ അർഷ്ദീപ് സിംഗും അതുപോലെ സേവ്യർ ബാർട്ട്ലെറ്റും മാർക്കോ ജോൺസണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിക്കെതിരെ നല്ല അടി വാങ്ങിയെങ്കിലും ചില മത്സരങ്ങളൊക്കെ നന്നായി പന്തെറിയുന്ന ആ ബോളിംഗ് പണ്ട് പ്രകടനം എടുത്തു പറയുന്നത് തന്നെയാണ്. എസ്പെഷ്യലി മാർക്കോ ജോൺസണായാലും പിന്നെ യുസ്വേന്ദ്ര ചഹൽ സ്പിന്നർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പന്തെറിയുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് മൊത്തത്തിൽ ഒരു കിടിലൻ ടീം തന്നെയാണ്. ഇപ്രാവശ്യം അവർക്ക് കിരീടം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ. കാരണം ഞാനൊരു RCB ഫാനാണെങ്കിലും പഞ്ചാബിന് കിരീടം കിട്ടട്ടെ എന്ന് ഇപ്രാവശ്യം ഒരു കപ്പ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പഞ്ചാബിന് 7 മത്സരങ്ങളാണുള്ളത്. അതിൽ 7 വെറും 2 പോലും ജയിച്ചാൽ പോലും പഞ്ചാബിന് പ്ലേ ഓഫിലെത്താം. അപ്പോൾ പഞ്ചാബ്, ബാംഗ്ലൂർ, അതുപോലെ തന്നെ സൺറൈസേഴ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നിവരാണ് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളത്. ഈ 4 ടീമുകൾ തന്നെയാണ് പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉള്ളത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചെങ്കിൽ ഈ 4 ടീമുകൾ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധ്യത. പിന്നെ ക്രിക്കറ്റാണ്, IPL ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മാറി മറിയാൻ പോയില്ല. ഇതുവരെ ഒരു ടീം പഞ്ചാബ് മാത്രം ഏകദേശം
പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചു എന്ന് പറയാനുള്ള ഒരു ടീം പഞ്ചാബ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടീമുകൾക്കൊന്നും അങ്ങനെ ഉറപ്പിക്കാറായിട്ടില്ല. അപ്പോൾ ഇതുവരെ കളിച്ചിൽ ഓറഞ്ച് ക്യാപ്പ് കരസ്ഥമാക്കിയുള്ളത് സൺറൈസേഴ്സ് പ്ലെയറായ അഭിഷേക് ശർമ്മ തന്നെയാണ്. 8 ഇന്നിങ്സുകളിലായി 350 റൺസാണ് അഭിഷേക് ശർമ്മ ഇതുവരെ അടിച്ചു കൂട്ടിയത്. അതിൽ 1 സെഞ്ചുറിയും 3 50യും ഉൾപ്പെടെ. DC പ്ലെയറായ KL രാഹുലും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ യങ് വൈബ്രന്റ് താരമായ വൈഭവ് സൂര്യവംശി 357 റൺസായി തൊട്ട് പിന്നാലെ ഉണ്ട് ഓറഞ്ച് ക്യാപ്പിന് പിന്നാലെ. അപ്പോൾ ഇപ്രാവശ്യം അതായത് ഈ ഒരു സ്റ്റേജിൽ ക്യാപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അഭിഷേക് ശർമ്മയാണ്. പർപ്പിൾ ക്യാപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് താരം അൻഷുൽ കംബോജാണ്. 8 മാച്ചിൽ നിന്ന് 14 വിക്കറ്റാണ് അൻഷുൽ കംബോജ് ചെന്നൈക്ക് വേണ്ടി നേടിയത്. ടീമിൻ്റെ പ്രകടനം അത്ര നല്ലതല്ലെങ്കിലും വിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ അൻഷുൽ കംബോജ് നന്നായി ബോൾ എറിയുന്നുണ്ട്, നന്നായി വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ചെന്നൈയെ സംബന്ധിച്ച് ആ ഒരു കാര്യം മാത്രം ഒരു ആശ്വാസമുള്ളൂ. അതുപോലെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒഴിച്ചു നിർത്തിയാൽ ചെന്നൈ ഇവിടും പൂജ ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഹാഫ് IPL ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഏതൊക്കെ ടീം പ്ലേ ഓഫിൽ കയറും, ആരൊക്കെ കപ്പടിക്കും, അല്ല ആര് കപ്പ് തൂക്കും, ഇപ്പോഴത്തെ അവസ്ഥയൊന്നും പറയാൻ സാധിക്കില്ല. പഞ്ചാബ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ ഫേവറേറ്റ് ടീംസ് ആര് കപ്പ് എടുക്കണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.